ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെർഫ്യൂം സംബന്ധമായ നല്ല നല്ല അറിവുകളാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൂടാതെ സ്വന്തമായി പെർഫ്യൂം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എൻ്റെ ഈ ചാനലിലുള്ള വീഡിയോസുകൾ ഉപകാരപ്പെടുന്നതാണ്. വീഡിയോസുകളെല്ലാം പൂർണ്ണമായും കാണാൻ ശ്രമിക്കണം. ആരെയും ബോറടിപ്പിക്കാതെയുള്ള ദൈർഘ്യം കുറഞ്ഞ വീഡിയോസുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ വീഡിയോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല ഒരു പെർഫ്യൂം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, വീഡിയോസുകൾ മുഴുവനായും കാണാൻ ശ്രമിക്കണം. ഇന്ന് നമുക്ക് വീഡിയോസിലേക്ക് കടക്കാം. നമ്മുടെ ഇടയിൽ പെർഫ്യൂം ഉപയോഗിക്കാത്തവർ വളരെ ചുരുക്കമാണ്. എന്നാൽ പലർക്കുമുള്ള ഒരു പ്രശ്നമാണ് എത്തരത്തിലുള്ള പെർഫ്യൂം ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു നല്ലൊരു വിശകലനമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പെർഫ്യൂം, നമുക്ക് അനുയോജ്യമായ പെർഫ്യൂം അത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം. നമ്മൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതായ പെർഫ്യൂമുകൾ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. അല്ലാത്തവ നമ്മൾ പരമാവധി ഒഴിവാക്കണം. ചില പെർഫ്യൂമുകൾ നമുക്ക് മാനസികമായി നല്ല ഉന്മേഷം തരുന്നുണ്ട്. അത് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതിനുവേണ്ടി നല്ല ലളിതമായിട്ടുള്ള നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പെർഫ്യൂമുകൾ മാത്രം തിരഞ്ഞെടുക്കണം. സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പെർഫ്യൂം തിരഞ്ഞെടുക്കുമ്പോൾ അത് വളരെ ലളിതമായിട്ടുള്ള പെർഫ്യൂമുകൾ മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. വളരെ ഘനം കുറഞ്ഞ, അതായത് ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ടാക്കാത്ത രീതിയിലുള്ള പെർഫ്യൂമുകളായിരിക്കണം സ്ത്രീകൾ പരമാവധി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് പെർഫ്യൂം സംബന്ധമായിട്ട് പറഞ്ഞു തരാൻ. എന്നാൽ ചെറിയ ഒരു കാര്യം ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഉണർത്തുകയാണ്. എന്താണെന്നല്ലേ? അതൊരു ചെറിയൊരു കാര്യമാണ്. കുറച്ച് വില കൂടിയ പെർഫ്യൂമുകൾ നമ്മൾ വാങ്ങാൻ ശ്രമിക്കണം. അതായത് മാർക്കറ്റിൽ കുറച്ച് വില കൂടിയതായിട്ട് കിട്ടുന്ന പെർഫ്യൂമുകൾ മാത്രം വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കണം. അതിനെക്കുറിച്ചിട്ടുള്ള വിശദമായ ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. പെർഫ്യൂമുകളൊക്കെ വ്യത്യസ്തമായ നോട്ട്സുകളെ അടിസ്ഥാനമാക്കിയാണ്. ഓരോ നോട്ട്സും വ്യത്യസ്തമായ സമയദൈർഘ്യമാണ് പ്രകടിപ്പിക്കുന്നത്. പെർഫ്യൂം വാങ്ങുമ്പോൾ നോട്ട്സുകളെ നാം പരമാവധി അറിയാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു പെർഫ്യൂം തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. നോട്ട്സുകളെ കുറിച്ച് അല്ലെങ്കിൽ അതെന്താണെന്ന് അറിയേണ്ടത് നമ്മുടെയൊക്കെ പെർഫ്യൂം ഉപയോഗിക്കുന്നവരുടെയൊക്കെ ആവശ്യമാണ്. പെർഫ്യൂം വാങ്ങുമ്പോൾ നോട്ട്സുകൾക്ക് നല്ലൊരു പ്രാധാന്യം കൊടുത്താൽ മാത്രമേ നമുക്ക് ശരിയായ ഒരു പെർഫ്യൂം നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നോട്ട്സുകളെ കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് ചെറിയൊരു പരിഭവം ഉണ്ടാകും. എന്താണ് നോട്ട്സ്? അറിയുന്നവർക്കത്, ചിലപ്പോൾ പെർഫ്യൂം ഉപയോഗിക്കുന്നവർക്കറിയാം എന്താണ് നോട്ട്സ് എന്നൊക്കെ. ചിലപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയില്ല എന്താണ് നോട്ട്സ്. അവർക്കൊക്കെ വേണ്ടി ഞാൻ നോട്ട്സുകളെ ആധാരമാക്കി നല്ലൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാ പെർഫ്യൂം കമ്പനികളും നമ്മളോട് അവരുടെ പെർഫ്യൂമിൻ്റെ സമയദൈർഘ്യം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. തീർച്ചയായും നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. എങ്ങനെ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പെർഫ്യൂമിൻ്റെ സമയദൈർഘ്യം കണ്ടെത്താൻ പറ്റും എന്നതിൽ നമുക്ക് വ്യക്തമായ അറിവുണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ശരിയായിട്ടുള്ള ലാസ്റ്റിംഗ് ലഭിക്കുന്ന പെർഫ്യൂം നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, വില കൂടിയ ബ്രാൻഡഡ് പെർഫ്യൂമുകൾ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി 24 മണിക്കൂറൊക്കെ അതിൻ്റെ സ്മെല്ല് നമ്മളിലേക്ക് വ്യാപിച്ചു തരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ വസ്ത്രങ്ങളിൽ നിലനിർത്തുന്നുണ്ട്. വില കൂടിയ ബ്രാൻഡഡ് പെർഫ്യൂമുകളാണ് അതിന് കൂടുതൽ യോജിച്ചത്. കാരണം വില കുറഞ്ഞ പെർഫ്യൂമുകളിൽ അവർ വളരെ കുറഞ്ഞ തരത്തിലുള്ള കണ്ടന്റുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ സമയദൈർഘ്യം അത്ര 24 മണിക്കൂറൊക്കെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഒരു നല്ല ബേസ് നോട്ടൊക്കെ ഉള്ള പെർഫ്യൂമുകൾ ഒരു 6-7 മണിക്കൂർ മാത്രമേ നമുക്ക് ലാസ്റ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. എൻ്റെ ചാനലിലുള്ള വീഡിയോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു പെർഫ്യൂം വാങ്ങിക്കാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും.
പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ളവർ ഉപയോഗിക്കുന്ന പെർഫ്യൂമുകൾ നമുക്കും ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം അത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം. കാരണം എല്ലാവർക്കും പെർഫ്യൂമുകൾ അവരവരുടെ ശരീരത്തിന് യോജിച്ച പെർഫ്യൂമുകൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് അവരുടെ ശരീരത്തിൽ അവരുടെ വസ്ത്രങ്ങളിൽ നീണ്ടു നിൽക്കുന്ന സ്മെല്ല് ഒരുപക്ഷെ അത് നമ്മളിലേക്ക് നമ്മളുടെ വസ്ത്രങ്ങളിൽ നീണ്ടു നിൽക്കണമെന്നില്ല. അതുകൊണ്ട് പരമാവധി മറ്റുള്ളവർ ഉപയോഗിക്കുന്ന പെർഫ്യൂമുകൾ അത് നമ്മൾ ഉപയോഗിച്ച് നമുക്കത് അനുയോജ്യമാണോ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ വസ്ത്രങ്ങളിൽ അത് ലാസ്റ്റിംഗ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ പെർഫ്യൂമുകൾ വാങ്ങാൻ ശ്രമിക്കണം. ഈ പെർഫ്യൂമിൻ്റെ ലോകം അത് വളരെ വലുതാണ്. പരമാവധി നമുക്ക് അനുയോജ്യമായ പെർഫ്യൂമുകൾ തിരഞ്ഞെടുക്കണം. എത്രയോ കമ്പനികൾ ഇന്ന് നമ്മുടെ ഇടയിൽ പെർഫ്യൂമുകളുമായി വരുന്നുണ്ട്. പല പല രീതിയിലും നമുക്ക് പെർഫ്യൂമുകൾ ലഭിക്കുന്നു. റോൾ ഓൺ ബോട്ടിൽ പെർഫ്യൂം, സ്പ്രേ ബോട്ടിൽ, സോളിഡ് വാക്സ് ലെവൽ, അങ്ങനെ പലതരത്തിലും നമുക്ക് പെർഫ്യൂമുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് അനുയോജ്യമായ, നമ്മുടെ ശരീരത്തിന് യോജിച്ച അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങളിൽ ലാസ്റ്റിംഗ് ചെയ്യുന്ന പെർഫ്യൂമുകൾ പരമാവധി നല്ല, അതായത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല എന്ന തരത്തിലുള്ള പെർഫ്യൂമുകൾ പരമാവധി വാങ്ങിക്കാൻ ശ്രമിക്കണം. നല്ല ലാസ്റ്റിംഗ് ഉള്ള പെർഫ്യൂം വാങ്ങിക്കാൻ ശ്രമിക്കണം. നോട്ട്സുകളെ കുറിച്ച് അറിഞ്ഞ് പെർഫ്യൂം വാങ്ങിക്കാൻ ശ്രമിക്കണം. ഒരു പെർഫ്യൂം വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് മാർക്കറ്റിൽ പോയി അത് ശരി ഇങ്ങനെ അടിച്ചു നോക്കി അതിൻ്റെ സ്മെല്ല് നോക്കി ആ നല്ല സ്മെല്ലാണെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിക്കരുത്. അത് ടെസ്റ്റ് ചെയ്ത് ഇന്ന് നമ്മൾ പെർഫ്യൂം അത് ടെസ്റ്ററായി ഉപയോഗിച്ച് നമ്മളുടെ വസ്ത്രത്തിൽ അത് ലാസ്റ്റിംഗ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പരമാവധി കണ്ടെത്തിയിട്ട് വേണം നമ്മുടെ ജീവിത രീതിക്ക് ആവശ്യമായ പെർഫ്യൂം തിരഞ്ഞെടുക്കേണ്ടത്. ഇനിയും പെർഫ്യൂമുകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടതുണ്ട്. ഒരുപാടുണ്ട്. പെർഫ്യൂം എന്നത് ചില്ലറ കാര്യമല്ല, വളരെ നീണ്ടു നിൽക്കുന്ന, പരമാവധി ചുരുങ്ങിയ രീതിയിലും വിശകലനം ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് പെർഫ്യൂം. അതുകൊണ്ട് ഇനിയും ഒരുപാട് നല്ല വീഡിയോസുകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. എൻ്റെ വീഡിയോസുകളൊക്കെ നിങ്ങൾ പരമാവധി കാണാൻ ശ്രമിക്കണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോസുകളൊക്കെ ഞാൻ ഇനിയും സമയാസമയബന്ധമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. പെർഫ്യൂം ട്യൂട്ടോറിയലുകളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്വന്തമായി ആർക്കെങ്കിലും പെർഫ്യൂം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വീഡിയോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്വന്തമായി ഒരു പെർഫ്യൂം ഉണ്ടാക്കാൻ സാധിക്കും. അതിനുവേണ്ടി എൻ്റെ ചാനലിലുള്ള മുഴുവൻ വീഡിയോസുകളും പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം, സപ്പോർട്ട് ചെയ്യണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.